ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ഏട്ടൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കാറിൻ്റെ ഹെഡ് യൂണിറ്റിൻ്റെ പർച്ചേസിങ് വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ കുറേ നാളായി കാറിൻ്റെ ഹെഡ് യൂണിറ്റ് മാറ്റണം എന്ന് വിചാരിച്ചിട്ടിരിക്കണു. കാരണം അത് അതിൻ്റേതായിട്ടുള്ള പൊട്ടലും ചീറ്റലുകളൊക്കെ പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള നാവിഗേഷൻ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടല്ലേ വിസിബിൾ ആവുക എന്നുള്ളതും, മ്യൂസിക് സിസ്റ്റം നന്നാവുക എന്നുള്ളത്, അതേപോലെ തന്നെ വീഡിയോസ് കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു റിക്വയർമെന്റ്സ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ള ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് OE ഹെഡ് യൂണിറ്റ് തന്നെയാണ്. അതായത് ഫാക്ടറിയിൽ നിന്ന് വന്നിട്ടുള്ള ഹെഡ് യൂണിറ്റ് തന്നെയാണ്. അത് നമ്മൾ 2014 നമ്മൾ വണ്ടി വാങ്ങിച്ചത്. ഇതുവരെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അന്നത്തെ കാലത്ത് തന്നെ കുറച്ച് ആ കാലത്തെ വെച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ് യൂണിറ്റ് ആയിരുന്നു നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ മാൾ ഫങ്ഷൻ എന്നൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാം, പുതിയൊരു ഹെഡ് യൂണിറ്റ് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കാലമായി നമ്മൾ ആ ഒരു ചിന്തയിലായിരുന്നു. നമ്മൾ നല്ലൊരു ഹെഡ് യൂണിറ്റ് തന്നെ വെക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. അതായത് ചീപ്പ് നോക്ക് ഓഫ് പ്രൊഡക്ട്സ് ഒന്നും വെക്കില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും വളരെ ചീപ്പായിട്ടും അവൈലബിൾ ആണ്. ഒരേപോലെ കാണാൻ ഒരേപോലെ തോന്നിക്കുന്ന സാധനങ്ങൾ എല്ലാ പ്രൈസ് ബ്രാക്കറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. അത് ആക്ച്വലി ഒരു നല്ല കാര്യമാണ് അല്ലേ? കാരണം എന്താ വെച്ചാൽ എല്ലാ ആൾക്കാർക്കും സാധനങ്ങൾ കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു ഇതുള്ളത്. പക്ഷെ നമുക്ക് കാണാൻ ഭംഗി മാത്രമല്ല, നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ടും നന്നാവണം എന്നുള്ളത് നിർബന്ധമാണ്. അതായത് നമുക്ക് വേണ്ട ഫീച്ചേഴ്സും വേണം, പെർഫോമൻസും വേണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. കുറച്ച് കാലം സാധനം ലാസ്റ്റ് ചെയ്യും വേണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കുറച്ച് ഡിലേ ആയത് ഇത് വാങ്ങിക്കാൻ. കാരണം സെർച്ചിങ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി നമ്മൾ ഏത് വെക്കണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്തത് മോക്കോയിൻ്റെ XD04 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹെഡ് യൂണിറ്റ് ആണ്. അതുമാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു 360 ആഡ് ഓൺ കിറ്റും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ 360 കിറ്റ് ഐഷു പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മളുടെ ഒരു ഹെഡ് യൂണിറ്റ് നല്ലത് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കാലത്തിനൊത്തൊരു 360 കിറ്റും കൂടെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണിത്. അപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്തത് മോക്കോയിൻ്റെ XD04 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹെഡ് യൂണിറ്റ് ആണ്. 4GB 64GB സ്പെസിഫിക്കേഷൻ വരുന്ന ഒരു 11.5 ഇഞ്ച് വലിയൊരു സ്ക്രീൻ തന്നെ വരുന്ന ഡ്യുവൽ നോബ് ഡിസൈനിൽ വരുന്ന ഒരു ഹെഡ് യൂണിറ്റ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. മോക്കോ എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നല്ലൊരു ബ്രാൻഡാണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഒരു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, അതായത് നല്ല പെർഫോമൻസും ലോങ് ലാസ്റ്റിങ്ങും അതേപോലെ തന്നെ ട്രിബിൾ ഫ്രീയും ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ മോക്കോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ തന്നെ ഈ ഒരു മോഡൽ ഹെഡ് യൂണിറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആഡ് ഓൺ ആയിട്ടൊരു 360 കിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കാലത്തിനൊത്ത് നമ്മൾ ഒരു 360 കിറ്റ് ഇപ്പോൾ ഒരുവിധം വണ്ടികളിലൊക്കെ ഫാക്ടറിയിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഫീച്ചറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ആഡ് ഓൺ ആയിട്ട് ചെയ്തു. ഇത് 360യുടെ ഹാഫ് കിറ്റാണ്. ഹാഫ് കിറ്റ്, ഫുൾ കിറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് 360 വരുന്നുണ്ട്. ഇത് നമുക്ക് ഈ XD04 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹെഡ് യൂണിറ്റ് 360 എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഹെഡ് യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഹാഫ് കിറ്റ് മതി. അല്ല, ഇപ്പോൾ നമുക്ക് OE ഹെഡ് യൂണിറ്റിലോ അല്ലെങ്കിൽ 360 എനേബിൾഡ് അല്ലാത്ത ഹെഡ് യൂണിറ്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ കിറ്റ് വാങ്ങിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഹാഫ് കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടച്ചിലൂടെ തന്നെ നമുക്ക് ഈ 360 സിസ്റ്റത്തിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഫുൾ കിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ട് റിമോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ 360യെ ആക്സസ് ചെയ്യേണ്ടത്. അതാണ് ഫുൾ കിറ്റും ഹാഫ് കിറ്റും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. അല്ലാതെയും വേറെ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ തന്നെ വ്യത്യാസമുണ്ട്. അതിന് വേറൊരു പ്രോസസ്സിങ് യൂണിറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഒരു ഫുൾ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് പർച്ചേസ് ചെയ്ത നമ്മുടെ ഹെഡ് യൂണിറ്റും അതേപോലെ തന്നെ ആഡ് ഓൺ 360 കിറ്റും. ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ എനിക്ക് ഈ ബ്രാൻഡിനെ പറ്റി വലിയ അറിവുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. ഞാനും ഇത് ഏട്ടൻ പറഞ്ഞ അറിവുകളാണ് ബ്രാൻഡിനെ പറ്റി ഉള്ളൂ. ഞാൻ എൻ്റെ റിക്വയർമെൻറ്റ്സ് പറയും. അപ്പോൾ അതിന് പറ്റിയ സാധനങ്ങൾ ഇങ്ങനെയാണ്, ഇത് ഇന്ന ബ്രാൻഡാണെന്നൊക്കെ നമ്മൾ തമ്മിലൊരു ഡിസ്കഷൻ വരുമ്പോഴാണ് ഞാനും ഇതിനെപ്പറ്റി
അധികം ശ്രദ്ധിക്കാറ്. അല്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബ്രാൻഡ് നോക്കി വാങ്ങണ ഇതൊന്നും ആയിരുന്നില്ല. പക്ഷെ അതിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ബ്രാൻഡ് മാത്രം നോക്കിയിട്ടല്ല കേട്ടോ ഒരു സാധനവും റെക്കമെൻഡ് ചെയ്യാറുള്ളത്. നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്താണോ നോക്കി ആ റിക്വയർമെൻറ്റ്സിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ലൊരു ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ നമ്മളുടെ പേഴ്സണൽ യൂസിനാണെന്നുണ്ടെങ്കിലും അല്ല നമ്മുടെ അടുത്ത് ഒരു റെഫറൻസ് ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോഴും ഞാൻ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻട്രോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പ്രോസസ്സും കാണിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഇൻസ്റ്റലേഷൻ റെക്കോർഡ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ സാധനത്തിൻ്റെ സെപ്പറേറ്റ് അൺബോക്സിങ് വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ 360 ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെഡ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ അധികം ഒന്നും വേണ്ട. നമ്മൾ പാനൽ ഊരി അതിലോട്ട് ഉള്ള പാനലിൽ നിന്നുള്ള ഐസിഡിയും അതുപോലെ തന്നെ ബാക്കി കൺട്രോൾസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. അതേപോലെ തന്നെ പുതിയ ഹെഡ് യൂണിറ്റ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക വേണ്ടു. ബട്ട് 360യുടെ ഇത് ഒരുപാട് പണിയുണ്ട്. കാരണം എന്താ വെച്ചാൽ 4 സൈഡിലും ഇൻസ്റ്റാൾ ചെയ്ത് അതിന്ന് ഇതുപോലത്തെ ലീഡുകൾ 360യുടെ ലീഡുകൾ വരുന്നുണ്ട്. അത് ഫുൾ നമ്മൾ റൗട്ട് ചെയ്ത് ഹെഡ് യൂണിറ്റ് വരെ എത്തിക്കണം. അതേപോലെ തന്നെ റിവേഴ്സിന് ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. റിവേഴ്സിനൊക്കെ നമ്മൾ റിവേഴ്സ് ലൈറ്റിൽ നിന്ന് സെൻസിങ്ങിന് നമ്മൾ ഒരു സിഗ്നൽ വയർ എടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ബാക്കിലത്തെ ആൾമോസ്റ്റ് വയർ ചെയ്ത് ഞാൻ ഫ്രണ്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രണ്ടിലത്തെ ക്യാമറയുടെ കേബിളാണ്. അപ്പോൾ അതിനി ഫുഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങോട്ട് ഫയർ വാൾ ക്രോസ് ചെയ്ത് അകത്തോട്ട് എത്തിക്കണം. അപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇനി. ക്യാമറയിലും മൈക്കൊന്നും കണക്ട് ചെയ്യാതെയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. മാക്സിമം ഞാൻ സൗണ്ടിൽ സംസാരിക്കാം. ഫ്രണ്ടിലത്തെ നമ്മുടെ ഗ്രില്ലൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. ഗ്രില്ലിലാണ് ഞാൻ ക്യാമറ ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ഫയർ വാൾ വഴി ഫ്രണ്ട് ക്യാമറയിലോട്ടുള്ള വയറൊക്കെ റൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് സ്ലീവ് അടിച്ച് ടാഗ് അടിച്ചൊന്ന് സെക്യൂർ ആക്കണം. എന്നിട്ട് ഗ്രില്ലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കണക്ട് ചെയ്യണം. ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാത്തത് അത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കണ്ടന്റ് ഒന്നും ആവില്ല. ആൻഡ് വീഡിയോ വളരെ ലോങ് ആയി പോവും കംപ്ലീറ്റ് പ്രൊസീജിയർ കാണിച്ചു കഴിഞ്ഞു വെച്ചാൽ. അപ്പോൾ ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഹെഡ് യൂണിറ്റും ഇനി അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഈ വയേഴ്സിൻ്റെയൊക്കെ അവിടെ ഹെഡ് യൂണിറ്റിലോട്ട് നമുക്ക് അതിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട്, അത് വെച്ച് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹെഡ് യൂണിറ്റ് ഞാൻ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് സെൻട്രൽ കൺസോളൊക്കെ ഓപ്പൺ ചെയ്ത് ഊരി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി ഗ്രില്ലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ടും ഫൈനൽ ലുക്കും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ മോക്കോയിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പല പാർട്സായിട്ട് പല ദിവസങ്ങളായിട്ടാണ് കേട്ടോ എടുത്തത്. കാരണം എന്താ വെച്ചാൽ ഇൻട്രോ ഒരു ദിവസം എടുത്തു, ഇൻസ്റ്റലേഷൻ നമുക്ക് ഒഴിവുള്ള ദിവസം ഒരു ഞായറാഴ്ച നോക്കിയിട്ടൊക്കെയാണ് എടുത്തത്, ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ ഔട്ട്ഡോർ എടുക്കുന്നത് വേറൊരു ദിവസമാണ്. അത് പൈഷുവിനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പിക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴി നിർത്തിയിട്ട് എടുക്കുകയാണ് ഇപ്പോൾ ഔട്ട്ഡോർ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസൊക്കെ കമൻറ്റ് സെക്ഷനിലും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസിലും നമ്മളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.